കൊച്ചിയുടെ ടൂറിസം ഹോട്ട്സ്പോട്ടായ മെറൈൻ ഡ്രൈവിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതിയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര വാണിജ്യ പാർപ്പിട സമുച്ചയം. 2150 കോടി രൂപയാണ് വകയിരുത്തിയത്. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് നടപ്പാക്കുന്ന ഏറ്റവും വലിയ പദ്ധതി എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഒരു പതിറ്റാണ്ടായി വെന്റിലേറ്ററിലായിരുന്ന പദ്ധതിക്കാണ് ധനമന്ത്രിയുടെ പ്രഖ്യാപനത്തിലൂടെ ജീവൻ വെച്ചത്. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡും പൊതുമേഖലാ സ്ഥാപനമായ നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനുമായി ചേർന്നാകും കൂറ്റൻ സമുച്ചയം നിർമ്മിക്കുക. 17.9 ഏക്കറിൽ 2 സോണുകളിലായിട്ടാണ് പദ്ധതി. സോൺ 1-ൽ 28 നിലയുള്ള വാണിജ്യ പാർപ്പിട സമുച്ചയങ്ങൾ, സോൺ 2-ൽ 31 നിലയുള്ള പാർപ്പിട സമുച്ചയം, 2.5 ലക്ഷം ചതുരശ്ര അടിയുള്ള വാണിജ്യ ഓഫീസ് സ്പേസും 1.6 ലക്ഷം ചതുരശ്ര അടിയുള്ള കൊമേഴ്സ്യൽ കാർ പാർക്കിംഗ് സൗകര്യവും സോൺ 1-ലുണ്ടാകും. സോൺ 2-ലെ പാർപ്പിട സമുച്ചയത്തിന്റെ വിസ്തീർണം 27 ലക്ഷം ചതുരശ്ര അടിയായിരിക്കും. കാർ പാർക്കിംഗ് 6.5 ലക്ഷം ചതുരശ്ര അടിയും. ഒപ്പം കൺവെൻഷൻ സെന്ററും നക്ഷത്ര ഹോട്ടലുകളും പരിസ്ഥിതി സൗഹൃദ പാർക്കുകളും സോൺ 2-ലുണ്ടാകും. സെപ്റ്റംബറിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ ഇരു സ്ഥാപനങ്ങളും ഒപ്പിട്ടിരുന്നു. ഗോശ്രീ റോഡിൽ ഹൗസിംഗ് ബോർഡിന്റെ സ്ഥലത്താണ് നിർമ്മാണം. പദ്ധതിയുടെ മാസ്റ്റർ പ്ലാൻ NBCC പൂർത്തിയാക്കി. നിർവഹണ ചുമതല NBCCക്കും മേൽനോട്ട ചുമതല ഭവന നിർമ്മാണ ബോർഡിനുമായിരിക്കും. ഹൈക്കോടതിയുടെ വികസനത്തിനായി സ്ഥലം വിട്ടു നൽകണമെന്ന മുമ്പ് ആവശ്യമുയർന്നിരുന്നെങ്കിലും ഹൗസിംഗ് ബോർഡ് എതിർത്തതിനെ തുടർന്ന് നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു. നിർദ്ദിഷ്ട പദ്ധതിക്കായി നേരത്തെ ആലോചനകൾ ഉണ്ടായിരുന്നെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോവുകയായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന സംസ്ഥാനത്തെ പ്രധാന നിർമ്മാണ സ്ഥാപനമായ ഹൗസിംഗ് ബോർഡിന് വലിയ ആശ്വാസമാണ് സർക്കാർ പച്ചക്കൊടിയിലൂടെ കൈവന്നത്. അജീഷ് ജയകുമാർ, 24, കൊച്ചി.